ദുബായിൽ വൈറലായ ബി ലബാനിലും ഇപ്പം നാട്ടിലും ട്രെൻഡിങ് ആയിട്ടുള്ള സൈഡ് ലബാനിലും കിട്ടുന്ന പിസ്താഷ്യോ കോശാരിൻ്റെ റെസിപ്പിയാണ് ഇത്. ഇതിൻ്റെ ടേസ്റ്റിൻ്റെ കാര്യം എന്നെ പ്രത്യേകിച്ച് പറയണ്ടല്ലോ. ഒരു പ്രാവശ്യം കഴിച്ചാൽ പിന്നെയും പിന്നെയും കഴിച്ചുകൊണ്ടിരിക്കും. ഇത് ഉണ്ടാക്കുന്നത് ഓരോരുത്തരും ഓരോ രീതിയിലാണ്. അപ്പം എൻ്റേതായിട്ടുള്ള രീതിയിൽ കുറച്ച് മാറ്റം വരുത്തിയിട്ടാണ് ഇത് ഉണ്ടാക്കിയത്. എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലാട്ടോ ഈ ഒരു റെസിപ്പി ഞാൻ ഉണ്ടാക്കിയത്. കുറച്ചധികം സ്റ്റെപ്പ് ഉണ്ട്, എന്നാലും കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അങ്ങനെ മടുപ്പിക്കുന്ന തരത്തിലുള്ള മധുരമൊന്നുമില്ല, അത്യാവശ്യം കറക്റ്റ് മധുരമാണ്. അപ്പോൾ ഒരു പ്രാവശ്യം എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം കുറച്ച് കൊനാഫ ഡോ ആട്ടോ ഇതിന് വേണ്ടത്. ഇതിപ്പോൾ എല്ലാ സൂപ്പർ മാർക്കറ്റിലും അവൈലബിൾ ആണ്. നമുക്ക് എത്ര വേണ്ടെന്ന് വെച്ചാൽ അത്രയും ക്വാണ്ടിറ്റിയിൽ എടുക്കുക. എന്നിട്ട് അത് ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്യുക. 1 ഇഞ്ച് വലുപ്പത്തിൽ കട്ട് ചെയ്താൽ മതി. ഇനി കട്ട് ചെയ്ത കൊനാഫ പീസസ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക. ഇനി അത്യാവശ്യം അടികട്ടിയുള്ള ഒരു പരന്ന പാത്രം എടുക്കുക. അതിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കുക. ഇനി ബട്ടർ ഒന്ന് മെൽറ്റായി കഴിഞ്ഞാൽ നേരത്തെ അരിഞ്ഞ് മാറ്റി വെച്ച കുനാഫ അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരു നുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കണമെങ്കിൽ ഞാൻ അതിൻ്റെ വീഡിയോ എടുക്കാൻ മറന്നുപോയി. മീഡിയം ഫ്ലെയിമിൽ കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണേ. ഏകദേശം ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോൾ ഒന്ന് കയ്യിലെടുത്ത് നോക്കുമ്പോൾ പൊടിക്കുമ്പോൾ ജസ്റ്റ് പൊടിഞ്ഞ് വരണം. അതാണ് ഇതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി. ആ ഒരു ടൈം ആകുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് തണുക്കാൻ മാറ്റി വെക്കണേ. ഇനി ഇതിലൊക്കെ ഒരു ക്രീം ഉണ്ടാക്കണം. അതിന് മിക്സിയുടെ ചെറിയ ജാർ എടുത്ത് ഞാനൊരു അരമണിക്കൂർ ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നേ. അതുപോലെ തന്നെ ഫ്രഷ് ക്രീം ഒന്ന് തണുപ്പിച്ചെടുക്കണേ. ഞാൻ ഈ ഒരു പാക്കറ്റ് ഫ്രഷ് ക്രീം ആട്ടോ എടുത്തത്. ഇതിൻ്റെ 3/4 ഭാഗം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. സ്പീഡ് 1-ലിട്ടിട്ട് വേണം കേട്ടോ ഇതൊന്ന് അടിച്ചെടുക്കാൻ. ഞാൻ ഏകദേശം ഒരു 3 മിനിറ്റ് അങ്ങനെ നിർത്തി അടിച്ചിട്ടുണ്ട്. ഈ അടിച്ചത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക. ഇനി മിനിമം ഒരു അരമണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ച് ഇതൊന്ന് തണുപ്പിച്ചെടുക്കണേ. ടൈം ഉണ്ടെങ്കിൽ അതിനേക്കാൾ കൂടുതൽ വെക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. ഇനി വേണ്ടത് പിസ്ത ക്രീമാണ്. അപ്പോൾ നമുക്ക് പിസ്ത ക്രീം റെഡിയാക്കി എടുക്കാം. ഇതിലേക്ക് കുറച്ചധികം പിസ്ത വേണ്ടി വരും. നിങ്ങളുടെ അടുത്ത് പിസ്താൻ്റെ സ്പ്രെഡ് ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ചാലും മതി. എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഞാനിങ്ങനെ ചെയ്യുന്നത്. എല്ലായിടത്തും ഇത് ഉണ്ടാവണമെന്നില്ല, ഇല്ലാത്തവർ ഇങ്ങനെ ചെയ്തെടുത്താൽ മതി. പിസ്താൻ്റെ തൊലി മാറ്റി അതൊന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കണേ. ഇനി നേരത്തെ ക്രീമാക്കി ആ സെയിം മിക്സിയുടെ ജാറിലേക്ക് തന്നെ ഇതിട്ട് കൊടുക്കാം. അതിലേക്ക് കുറച്ച് ഫ്രഷ് ക്രീമും കണ്ടൻസ്ഡ് മിൽക്കും കൂടി ഒഴിച്ച് കൊടുക്കണേ. എൻ്റെ അടുത്തുനിന്ന് ആ ഒരു വീഡിയോ മിസ്സായി പോയി. നല്ല ഫൈൻ പേസ്റ്റാകുന്നവരെ അടിച്ചെടുക്കണേ. ഇനി പിസ്ത ക്രീം വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക. എന്നിട്ട് ഒരു 10-15 മിനിറ്റെങ്കിലും അതൊന്ന് തണുപ്പിക്കാൻ വെക്കണേ. അതിന് വേണ്ടത് ചോക്ലേറ്റ് ഗനാഷാണ്. നിങ്ങൾക്ക് ഏത് ചോക്ലേറ്റ് വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഞാൻ ഈ ഒരു ചോക്ലേറ്റ് ആട്ടോ എടുത്തത്. ഇനി ചോക്ലേറ്റ് എടുത്ത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത് കൊടുക്കുക. മിൽക്ക് ചോക്ലേറ്റ് എടുക്കുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് ഉള്ള പോലെ എനിക്ക് ഫീൽ ചെയ്ത്. അതിന് ഡബിൾ ബോയിൽ മെത്തേഡിലാട്ടോ ഇത് ഗനാഷാക്കി എടുക്കുന്നത്. ഒരു പാത്രത്തിലേക്ക് ചൂടുവെള്ളം ഒഴിച്ച് അതിൻ്റെ മുകളിലേക്ക് വേറൊരു പാത്രം ഇറക്കി വെച്ച് കൊടുക്കുക. അതിലേക്ക് കുറച്ച് ഫ്രഷ് ക്രീമും കൂടി ഒഴിച്ച് നല്ലപോലെ ഇളക്കി കൊടുക്കുക. അതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ച ചോക്ലേറ്റ് ഇട്ട് കൊടുക്കുക. ഗനാഷ് ആക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് സ്പൂണിലോ പാത്രത്തിലോ ഒരു തുള്ളി വെള്ളം പോലും ഉണ്ടാകാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ ചോക്ലേറ്റ് മെൽറ്റായി കിട്ടൂല. അപ്പോൾ ഇനി ഇത് സെറ്റാക്കി എടുക്കാം. ഞാൻ നേരത്തെ ബീലബാന്ന് വാങ്ങിച്ച ആ സെയിം പാത്രം ഞാൻ എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്കാട്ടോ നമ്മൾ സെറ്റാക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ച കുനാഫ ഡോ ഇതിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഇനി വേണ്ടത് ക്രീം ചീസ് ആട്ടോ. ക്രീം ചീസ് കുറച്ച് അധികം എടുക്കണം. ഇനി ക്രീം ചീസ് ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണേ. എന്നിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കണേ. അതൊന്ന് ലെവലാക്കിയതിന് ശേഷം നേരത്തെ അടിച്ച് വെച്ച് ആ ഫ്രഷ് ക്രീമിൻ്റെ മിക്സ് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ഇനി വീണ്ടും കുനാഫ ഡോ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. അതൊന്ന് ലെവലാക്കിയതിന് ശേഷം അതിൻ്റെ ഒരു സൈഡിലേക്ക് ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ച് കൊടുക്കുക. മറ്റേ സൈഡിലേക്ക് നേരത്തെ മാറ്റി വെച്ച പിസ്ത ക്രീം ഒഴിച്ച് കൊടുക്കണേ. ഇനി കുറച്ച് ഭംഗിക്ക് വേണ്ടി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത പിസ്ത ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി അടിച്ച് വെച്ച് ഏകദേശം ഒരു 2 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ തണുപ്പിക്കാൻ വെക്കണം. തണുപ്പിച്ച് കഴിക്കുമ്പോഴാട്ടോ ഇതിന് കുറച്ചും കൂടി ടേസ്റ്റ് ഉള്ളത്. അപ്പോൾ എന്തായാലും ക്ഷമയോടെ ഒരു 2 മണിക്കൂറെങ്കിലും വെക്കണേ. അപ്പോൾ പറ്റുവാണെങ്കിൽ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.